Hello, good morning. Good morning, ma'am. Yes, good morning once again. കുറച്ചധികം പേര് കുറവുണ്ടല്ലോ. തീരാറായപ്പോ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആകാറായി അല്ലേ? ഒന്നോ രണ്ടാഴ്ചയൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴേക്കും തീരും പോർഷൻസ്. എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നാവോ എല്ലാവരും ജോയിൻ ചെയ്യാത്തത്? കുറഞ്ഞതിൽ നിന്നും ഒരുപാട് കുറവൊന്നല്ലേ? അല്ലെ? ശോഷിച്ചു പോയി നമ്മുടെ സ്ട്രെങ്ത്. Okay. Yes, good morning, good morning. Good morning, ma'am. Good morning. Yes. വരുന്നവര് വരട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററില് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ, ഹൗ ദിസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ഇൻടു ന്യൂ ഇറ, ഒരു പുതിയ ഇറയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മാറ്റം നമ്മള് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം പണ്ട് കാലത്ത് മാനുവലായി ചെയ്തിരുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാണ് ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഇലക്ട്രോണിക്കലി ഡാറ്റാസ് സേവ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതാണ് ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് എവിടെ നിന്നാണ് ഇത് എന്താ പറയാ ഇങ്ങനെ ഉത്ഭവിച്ചു വന്നത്, ഇതിന്റെ ചരിത്രം എന്താണ്, എന്തുകൊണ്ട് നമുക്ക് ചരിത്രം മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പണ്ട് കാലവും ഇപ്പോഴേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമ്മുടെ പല ടെക്നോളജിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് പല മേഖലകളിലും മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ബിസിനസ് സംരംഭങ്ങളില് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഇലക്ട്രോണിക് ഡിവൈസ് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു ടു അവോയ്ഡ് മാനുവൽ വർക്കിംഗ്സ്. അതായത് മാനുവൽ ചെയ്യുന്ന പല ജോലികളും നമുക്ക് എന്താ പറയാ ആ മാനിനെ മാറ്റി അവിടെ ഒരു എന്താ പറയാ എല്ലാ സ്ഥലത്തുനിന്നും മാറ്റി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഈ റെക്കോർഡിംഗിൽ നമ്മള് പണ്ട് മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താ പറയാ ഓരോ കാര്യങ്ങൾ എൻറ്റർ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സംരംഭത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ, ബിസിനസ് സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഓരോന്നിനും പർട്ടിക്കുലർ ജോലിക്കാർ ആവശ്യമുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഒരു ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വൃത്തിയെ ഇങ്ങനെ ഒരു റഫായിട്ട് എഴുതുന്നതിന്, പിന്നെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഇപ്പൊ അക്കൗണ്ട്സ് ഒക്കെ മോസ്റ്റ് നമുക്ക് പറയാം ഫിനാൻഷ്യൽ അക്കൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസ് സ്ഥാപനത്തിനും എന്താ പറയാ സാമ്പത്തിക ഇടപാടുകളുണ്ട് അല്ലെ? എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും ഒബിയസ്ലി ഹോസ്പിറ്റൽസിലും ഉണ്ട്. അവിടെ നിന്ന് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ചാർജസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ചാർജസ്, ഇതെല്ലാം അവിടുത്തെ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി ഫാർമസിയിലെ മരുന്നുകൾ സ്റ്റോർ ചെയ്യാൻ, മറ്റ് എക്യുപ്മെന്റുകൾ, ഇൻസ്ട്രുമെന്റുകൾ വാങ്ങിക്കാൻ, സ്റ്റാഫിന് സാലറി, മറ്റ് എംപ്ലോയീസിന് വേജസ് കൊടുക്കാൻ അല്ലെ, ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ ഇതിനെല്ലാം ആ ഫണ്ട് അവർ ഉപയോഗിക്കുന്നു. ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളുടെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് വെറുതെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കേണ്ട, ഇത്ര രൂപ ഇന്നതിന് കൊടുത്തു, ഇത്ര രൂപയുടെ മെഡിസിൻസ് ഫാർമസിയിലേക്ക് വാങ്ങി, ഇത് എഴുതി വെക്കാൻ ആർക്കും പറ്റും. ഇവിടെ കോമൺ മാനിന് പറ്റും.
അല്ലെ, വിതൗട്ട് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതെങ്ങനെയാണ് അക്കൗണ്ടിങ് പരമായിട്ട്, അതായത് നമ്മളെങ്ങനെ കണക്ക് സംബന്ധമായിട്ട് ഇതെങ്ങനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളതൊന്നും അറിയാതെ ആർക്ക് വേണമെങ്കിലും രേഖപ്പെടുത്താൻ പറ്റും അല്ലെ. അപ്പൊ വെറുതെ ഒരു റഫായിട്ട് എഴുതി വെക്കാനും ആൻഡ് അത് അക്കൗണ്ട്സ് ഒക്കെ അതിന്റെ കൃത്യമായ രീതിയിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ വേറെ ആള് അല്ലെ, ആ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വെരിഫൈ ചെയ്യാൻ വേറെ ആള്, ഇങ്ങനെ അതില് റെക്കോർഡ്സിൽ തന്നെ ജേർണൽസ് തയ്യാറാക്കണം, ലെഡ്ജറിനൊക്കെ തയ്യാറാക്കണം അല്ലെ. ഞാനൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ വർഷാവസാനം അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, സാമ്പത്തിക കണക്കുകളൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും അവിടുത്തെ കണക്കെടുപ്പുകളൊക്കെ നടത്തും, ഓഡിറ്റിംഗ് നടത്തണം. ഇതിനൊക്കെ പർട്ടിക്കുലർലി ഓരോന്നിനും ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിനും മനുഷ്യന്മാരാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പൊ ഓരോ മേഖലയിലും എന്ത് ചെയ്യണം, അതനുസരിച്ച് ആൾക്കാർ വേണം. പക്ഷെ ഈ പറയുന്ന അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഒറ്റയടിക്ക് ചെയ്യാൻ ഒരേ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരാള് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആസ് ടുഡേ, ഇന്നത്തെ രീതിയിൽ അത് എന്ത് ചെയ്തു, ഒരുപാട് ആ ജോലികളൊക്കെ മാറ്റി, അല്ലെങ്കിൽ അത്തരം ആളുകളൊന്നും വേണ്ടാതെ ഒറ്റയാൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാം എന്ന രീതിയിലേക്ക് വന്നു. അതാണ് ആ ചേഞ്ച് എന്ന് പറയുന്നത്. അത് ഈ ചേഞ്ച് വന്നതിന്റെ കാരണം പണ്ട് മനുഷ്യർ ഇതെല്ലാം ചെയ്തിരുന്നത് മാറ്റി ഇന്ന് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോ അല്ലെ, എന്താ പറയുക, സാങ്കേതികമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റം വന്നു. ഓരോ ഇക്കോണമിയിലും അതനുസരിച്ച് വളർന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയും അതനുസരിച്ച് ടെക്നോളജിക്കലി ഒരുപാട് വളർന്നിട്ടുണ്ട്. സോ വി മെയ്ഡ് യൂസ് ഓഫ് ഇലക്ട്രോണിക് മെഷീൻസ് സച്ച് ആസ് കമ്പ്യൂട്ടർ. അപ്പൊ നമ്മളുടെ കണക്ക് മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയാ റെക്കോർഡ് ചെയ്യാനും പല കാര്യങ്ങളും ഡാറ്റാസ് വളരെ സീക്രസി കീപ്പ് ചെയ്യേണ്ടത് പോലും അല്ലെ, വളരെ സീക്രട്ട് ആയിട്ട് വളരെ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഡാറ്റാസ് പോലും നമുക്ക് സേവ് ചെയ്യാനും ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ മനുഷ്യന്മാരുടെ തലയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി പവർ അത്ര ഒത്തിരി മെമ്മറി പവർ ഉണ്ട്, പക്ഷെ അത്ര ഷാർപ്പല്ല. ലൈക്ക് വെൻ വി ആർ കമ്പയറിംഗ് ടു കമ്പ്യൂട്ടേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഹ്യൂമൻ പവർ എന്ന് പറയുന്നത് മെമ്മറി പവർ അത്ര ഇല്ല, അത്രയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ പഴയതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോകും. നമ്മൾ പറയാം മറന്നു പോയി എന്ന് പറയാറില്ലേ, നമ്മള് മറന്നുപോയി എന്ന് പറയാറുണ്ടോ? ഈ മറന്നു പോകുന്നതിന്റെ ലക്ഷണം എന്താണ് കാരണം? സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് ചില എന്തെങ്കിലും വൈകാരികങ്ങൾ കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ പുതിയത് ഡെയിലി നമ്മൾ എന്തൊക്കെയോ ഇൻഫോർമേഷൻസ് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് അല്ലെ. പല പല കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ തന്നെ കാര്യങ്ങൾ, അടുത്ത വീട്ടിലെ കാര്യങ്ങൾ, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ, ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, ഒരുപാടുണ്ട്. ഇതെല്ലാം നമ്മൾ പുതിയത് നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ പഴയതിനെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ആ സ്പേസിലാണ് പുതിയത് നമ്മൾ സ്റ്റോർ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ ഡിലീറ്റ് ചെയ്തു പോകും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത്തരം ഇൻഫോർമേഷൻസ് വെൻ വി ആർ സേവ്ഡ് ഇൻ എ ഡാറ്റ ഇൻ എ ഫയൽ ഇൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടെ നമ്മൾ ഇത്തരം ഡാറ്റാസ് നമ്മൾ ചില ഫയലുകളിലാക്കി സേവ് ചെയ്ത് വെക്കുമ്പോൾ അറ്റ് എനി ടൈം we can get or retrieve such data. ഈ ഡാറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്തെടുക്കാം എന്ന നിലയിലേക്ക് വളർന്നു. അതാണ് അതിന്റെ ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സമ്മറി അതാണ്. സോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഇവല്യൂഷൻ, അതായത് അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ, വളരെ സ്മോൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിലേക്ക് വരെ എത്തി നിൽക്കുന്ന ആ മാറ്റം, അത് ഒറ്റയടിക്കുണ്ടായ മാറ്റമല്ല. നമുക്കറിയാം ഡ്യൂ ടു എന്താ പറയാ ഇയേഴ്സ് അല്ലെ, ഇയർ പാസേജ്, അതായത് ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ആദ്യം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കി, റൂം സൈസ്ഡ് ആണ്, മെറ്റാലിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ വലിപ്പവും പിന്നെ എന്താ പറയാ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എല്ലാവർക്കും അതിനുള്ള സ്പേസും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില പ്രോസസ്സിംഗ് മാത്രം നടത്താൻ വേണ്ടിയിട്ടാണ് അന്നത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കി കണ്ടുപിടിച്ച് അതിന്റെ ഒരു എന്താ പറയാ ഇമേജ് ഒക്കെ അങ്ങനെ ഒരു രൂപം കൊടുത്ത് അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിന് അതിൻ്റെതായ പോരായ്മകൾ അല്ലെ, ലിമിറ്റേഷൻസ് ഇന്നും അതേ രീതിയിൽ തന്നെ. അതിനുശേഷം പിന്നീട് ആരും ഒരിക്കലും ഈ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് ഇത് ഇങ്ങനെ ഇത്രയും വലുതാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതെല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും അതിന്റെ കോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും.
അതുകൊണ്ട് എല്ലാവർക്കും പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചു, ഇതിന് നമുക്ക് എങ്ങനെ we can make it small as it can. എത്രയും ചെറുതാക്കാൻ പറ്റും അതിനെ എങ്ങനെ നമുക്ക് ചെറുതാക്കാം. ഒരുപാട് ആളുകൾ റിസർച്ചുകൾ നടത്തി, പഠനങ്ങൾ നടത്തി. അങ്ങനെ പിന്നെ മിനി കമ്പ്യൂട്ടേഴ്സ് വന്നു. അതിൽ നിന്ന് വീണ്ടും എങ്ങനെയാണ് മിനി കമ്പ്യൂട്ടേഴ്സിന്റെ രൂപമൊക്കെ നോക്കിയിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നത് നോക്കാനായിട്ട് മെറ്റാലിക് ആയിട്ടുള്ള അയൺ, എന്താ പറയാ, റൂം സൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, ഇതുപോലെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയാണ് ബിസിനസ് സ്ഥാപനങ്ങൾ അത്തരം കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്, ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ അത് വലിയ റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ ഈ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ ആ ഒരു വലിപ്പവും അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന രീതിയും. നോക്കിയിരുന്നു ആരെങ്കിലും? അതുപോലെ തന്നെ അതിനേക്കാൾ താഴെ അതിനുശേഷം പിന്നീട് 1970s ഒക്കെ ആയപ്പോഴേക്കും എന്താണ് മിനി കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു ഇവല്യൂഷൻ. അതിൽ ഒരു പുതിയതായിട്ട് വീണ്ടും അതിനെ ഒന്ന് മറ്റേ കമ്പ്യൂട്ടറിന്റെ മാതൃകയാണ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഫാദർ എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് അതാണ്. അതിനുശേഷം അതിൽ നിന്ന് ആ ഒരു ഇതിനെ ഐഡിയനെ പിടിച്ചാണ് വീണ്ടും റിസർച്ചസിലൂടെ മിനി കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നത്. വീണ്ടും അതിൽ നിന്ന് അതും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വീണ്ടും മനുഷ്യന്മാരെ ഏറ്റവും എന്താ പറയാ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. ഏറ്റവും ലഘുവായി ചെയ്യണം. അധികം നമ്മളിങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് അതിന് സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എല്ലാ ജോലികളും മനുഷ്യന്മാരുടെ എല്ലാ ജോലികളും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി ഓരോ ഉപാധികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, ഓരോ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതും ഇച്ചിരി പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ ബാക്ക് ഇങ്ങനെ എന്താ പറയാ ഇതിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ഒരു ഇതില് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും അതിൽ നിന്ന് വീണ്ടും റിസർച്ചുകൾ നടത്തി വീണ്ടും ചേർത്ത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അല്ലെ മൈക്രോ കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നു. അതിന്റെ ആ ഒരു ഡ്യൂ ടു ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ് ആണ് ഇത് ഈ മാറ്റം വന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇന്ന ആരെങ്കിലും ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് മാത്രമായിട്ട് കണ്ടുപിടിച്ചതല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ് ഒക്കെ ഒറ്റയടിക്കല്ല. അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിന്റെ ആശയം പിന്താങ്ങിയാണ് ഓരോരുത്തരും പുതിയ രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. മനസ്സിലായോ? അതാണ് ഇവല്യൂഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിന്റെ ആ ഒരു എന്താ പറയാ വരവോടുകൂടി, ഇൻട്രൊഡക്ഷനോട് കൂടി there become many changes in many business areas. പല ബിസിനസ് ഓർഗനൈസേഷനിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിലും എന്താ പറയാ ഇത്തരം കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി എന്താ പറയാ ഒരു നെസസിറ്റി ആയിട്ട് വന്നു. കാരണം എന്താ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജോലികൾ വളരെയധികം കുറയ്ക്കണം. ഈ പറയുന്ന അടുക്ക് കണക്കിന് ബുക്കുകളിനകത്ത് ഓരോന്നും കുറിച്ച് വെക്കുന്നു, ആവശ്യമുള്ളപ്പോ ഇതൊക്കെ തട്ടിമറിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു അല്ലെ. അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പോരായ്മകള് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. സോ ഡ്യൂ ടു ദ ഇൻവെൻഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അപ്പൊ ഇങ്ങനെ IT എന്ന് പറയുന്ന ഇൻഫർമേഷൻ മേഖല ഒരു കുറച്ചുകൂടി ഒരുപാട് ഡെവലപ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സും മിനി കമ്പ്യൂട്ടേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ജോലികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ലഘൂകരിക്കാൻ പറ്റി. അത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആയിക്കോട്ടെ, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ബില്ലിങ്ങിനായിക്കോട്ടെ, ഒരുപാട് സ്ഥലത്ത് ഇന്നിപ്പോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ചേഞ്ച് ആണ് 1960s തുടങ്ങി ടുഡേ ഇന്ന് വരെയുള്ള ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അവിടെ പറഞ്ഞത് മുഴുവനും. മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റൽസ് ഓൾസോ അഡോപ്റ്റഡ് സച്ച് ഇൻഫോർമേഷൻ. IT മേഖല ആരും ഉപയോഗിക്കാൻ തുടങ്ങി? ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഒരുപാട് ഉപയോഗമുണ്ട് കമ്പ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് അല്ലെ. അപ്പൊ ചെറിയ ഉപയോഗങ്ങളും അല്ല, ഒരുപാടുണ്ട്. ബില്ലിങ്ങിന്റെ പർപ്പസിന് അല്ലെ, സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഒക്കെ സാലറി അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അല്ലെ. ഇതൊക്കെ ഓരോ സമയത്തും അത് എത്രയൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സാലറി എല്ലാവർക്കും ഒരേ റേഞ്ച് ആയിരിക്കില്ല. പല സാലറി ഉണ്ട്, സാലറി പാക്കേജ് ഡിഫറെന്റ് ആയിരിക്കാം അല്ലെ. ഇനി ആരെങ്കിലും ഒക്കെ അഡ്വാൻസ് സാലറി ഒക്കെ കഴിഞ്ഞ മാസത്തേക്ക് ഈ മാസം തന്നെ അല്ല അടുത്ത മാസത്തേക്കുള്ളത് ഇപ്പോഴേ തന്നെ വാങ്ങിച്ചു, എന്തെങ്കിലും ഫിനാൻഷ്യൽ അത്യാവശ്യം വന്നപ്പോ അപ്പൊ അത് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും, മെഡിസിൻസിന്റെ സ്റ്റോക്കും മറ്റു കാര്യങ്ങളും, മെഡിസിൻസ് ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് മെഡിസിൻസ് നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട് അത് റെക്കോർഡ് ചെയ്യാനും, വാട്ട് എവർ ഇൻസ്ട്രുമെന്റ്സ് ആർ ദർ ഇൻ ദ ഹോസ്പിറ്റലിലുള്ള പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്, ഒരുപാട് മെഷീൻസ്, ഇതിന്റെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ ലാബ് റിസൾട്ട്സ് ഒക്കെ അതും ഡാറ്റാസ് ആണ് അല്ലെ, അതും ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഒരുപാട് ഏരിയയിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യം വന്നു അല്ലെ. ആ ഒരു ഇവല്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളായി മാറി. പണ്ടത്തെ റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ മാറ്റി എന്തായി,
ഹോസ്പിറ്റൽസിലുള്ളത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളായി. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാസും ഇൻഫോർമേഷൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പണ്ട് മനുഷ്യന്മാർ ചെയ്തിരുന്ന കൈവച്ച് എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പേപ്പർ ഷീറ്റുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് മുഴുവൻ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് ആവശ്യാനുസരണം whenever necessary we can retrieve that particular data and also at any time. പിന്നീട് അതിനുശേഷം നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞപ്പോ അല്ലെ, ഇന്റർനെറ്റ് സൗകര്യം, നെറ്റ് സൗകര്യം വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? നമുക്ക് എപ്പോ വേണമെങ്കിലും അതാത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. എപ്പോ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെ. അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി ആണ് പിന്നീട് ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഒരുപാട് മറ്റ് സർവീസസ് അതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിസിഷ്യൻസ് ഉണ്ട്, ഡോക്ടേഴ്സിന് അവരുടെ ഫർദർ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ ഈ ഹെൽത്ത് റെക്കോർഡുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഓരോ പേഷ്യൻസിനെയും സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടത്, അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് നമ്മളുടെ ഇതിലേക്കോ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താ പറയാ ഒരുപാട് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ കൊണ്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ്, അത് എന്താ പറയാ, അതിന്റെ ഡാറ്റാസ് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അത് ക്ലിനിഷ്യൻസ്, ഫിസിഷ്യൻസ് ആരാണ് ഡോക്ടേഴ്സ്, അവർക്കത് സേവ് ചെയ്യാം ഡാറ്റാസ്. അത് മാത്രമല്ല ആർക്കെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ്, എന്റെ എന്തെങ്കിലും ഒരു പേഷ്യന്റിന്റെ ഒരു കാര്യം മറ്റൊരു ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്ത് എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അഡ്വൈസിന് വേണ്ടി അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഓൾസോ ഇറ്റ് ഈസ് എ റിമൈൻഡർ ആൻഡ് ഓൾസോ അലേർട്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഇന്ന കാര്യം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന പേഷ്യന്റിന് ഇന്ന സമയത്ത് എന്തെങ്കിലും പർട്ടിക്കുലർ ഡ്രഗ് കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്നത് ഒരു മെഡിസിൻ അലർജി ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് ഒരു അലേർട്ട്നെസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ റെക്കോർഡിക്കലി ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ ആൻഡ് ഓൾസോ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ്, നമുക്ക് നേരത്തെ തന്നെ ആരെങ്കിലും നമ്മളെ ശുശ്രൂഷിച്ചു, നമ്മൾ ഇന്ന രോഗത്തിന് മരുന്നുകളൊക്കെ കൊടുത്തു, അതിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി, ഗുഡ് റിസൾട്ട് കിട്ടി. ഇന്നത്തെ കാലത്താണെന്ന് വെച്ചാൽ പല പല രോഗങ്ങളുമായിട്ട് ആൾക്കാർ തന്നെ പുതിയ രോഗങ്ങൾ അറിയാൻ പാടില്ല. അപ്പൊ ഡോക്ടേഴ്സിനും അവർക്ക് ഫെമിലിയർ അല്ല അത്തരം രോഗം. സോ ദേ ഹാവ് ടു മേക്ക് സ്റ്റഡീസ് റിഗാർഡിംഗ് ദാറ്റ് ഡിസീസ്. ആ രോഗത്തെ കുറിച്ച് അവർക്ക് പഠനങ്ങൾ നടത്തണം. ആ പഠനങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ ഇതുപോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഇതിന് സമാനമായ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് എടുത്ത് പഠിക്കാം. അതാണ് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാ രീതി കേട്ടോ. അതാണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈനുകളൊക്കെ ആയിട്ട് നമുക്കിവിടെ സൂക്ഷിക്കാം. ഇപ്പൊ ഒരു രോഗം വന്നു, പർട്ടിക്കുലർലി അത് വേറെ എവിടെയും കാണാത്ത ഒരു രോഗം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ചികിത്സിക്കണം. അപ്പൊ ഡോക്ടറുടെ ഡ്യൂട്ടി ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ആൾക്ക് അത് വലിയ പരിചയമില്ല. സോ ആൾക്ക് പരിചയമുള്ള ആരെങ്കിലുമായിട്ട് ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിനൊക്കെ സഹായിക്കുന്ന സാധനമാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിച്ച് ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അവരോട് സജഷൻസ് ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് അതനുസരിച്ചിട്ടുള്ള എല്ലാവരുടെയും ആ ഒരു ഡിസിഷനിൽ നിന്ന് ഇവിടെ ഡോക്ടറുടേതായ ആ ഒരു ഐഡിയയും ഉപയോഗിച്ച് ആളെ ട്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സക്സസ്, തീർച്ചയായിട്ടും അതിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു. കണ്ടോ, ഇന്ന മരുന്ന് ഇന്ന സിംറ്റം ആയിട്ട് വരുന്ന ഒരാൾക്ക് കൊടുത്തു, അപ്പൊ ഒരു എവിഡൻസ് ആണ്. അപ്പൊ അത് ഗൈഡ് ലൈൻ ആയിട്ട് അങ്ങനെ പിന്നീടായും അവർക്ക് ഉപയോഗിക്കാം. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മളുടെ വെർബൽ പറയുന്ന അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി പറഞ്ഞു തന്നതാണ്. ബിക്കോസ് അത് എന്താ പറയുക, ഇങ്ങനെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ച് നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളില്ല. നമുക്കറിയാം ഓൾറെഡി ഒരുപാട് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ടെക്നോളജിയിലും മാറ്റം വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇനി അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മളൊക്കെ അതിന്റെ വിസിബിൾ വിറ്റ്നസ്സുകളാണ് അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ വർഷങ്ങൾക്ക് പിന്നില് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന ജോലികൾക്കെല്ലാം ഇപ്പൊ ചെറിയൊരു ബിസിനസ് സംരംഭമായ ചെറിയ കടയിൽ ചെന്നാലും കാണാം അവിടെ ഒരു കമ്പ്യൂട്ടർ വെച്ച് ചിലപ്പോൾ ഒരാൾ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിങ്ങളൊന്ന് മെഡിക്കൽ ഷോപ്സിലൊക്കെ നമ്മൾ പോകാറുള്ളതാണ്. റെഗുലർ മീൻസ് നമ്മൾ ഇടയ്ക്ക് ഫ്രീക്വന്റ്ലി വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്
ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ മരുന്നായിട്ടൊക്കെ വാങ്ങിക്കും. നമ്മൾ ചെല്ലുമ്പോൾ ഈ മരുന്നിന്റെ സ്ലിപ്പ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മരുന്നിന്റെ പേര് നമ്മൾ അവരോട് പറയുമ്പോൾ അവർ വേഗം ചെന്നിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ മരുന്നിന് ആ ഒരു പർട്ടിക്കുലർ മരുന്നിന് ഒരു കോഡ് ഉണ്ടായിരിക്കും. സോ അവർ ആ കോഡ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. സോ ദേ ക്യാൻ സീ വെദർ ദാറ്റ് മെഡിസിൻ ഈസ് അവൈലബിൾ ഓർ നോട്ട് ഇൻ സ്റ്റോക്ക്. ആ സ്റ്റോക്കിൽ ആ മെഡിസിൻ അവിടെ ഉണ്ടോ ഇല്ലെന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്ന, എന്നിട്ട് പോയിട്ട് തിരഞ്ഞാൽ മതി ആ റാക്കില്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഈച്ച് ആൻഡ് എവരി കുഞ്ഞതാണെങ്കിലും വലുതാണെങ്കിലുമായ ബിസിനസ് സംരംഭങ്ങൾ ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലും അതെ, അവിടെ ഉണ്ടായിരിക്കും ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെന്റില്. ഇപ്പോഴൊക്കെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മിക്ക ഡോക്ടേഴ്സിന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിലും ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. സോ ദാറ്റ് അവര് കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ പേരും വിവരവും ഒക്കെ ഓൾറെഡി അവരെന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന, അതായത് നമ്മള് രജിസ്ട്രേഷൻ പോയിന്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, നമ്മുടെ സെക്സ് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പൊ അവിടെ നിന്നാണ് നമുക്കൊരു ID, ഒരു കാർഡ് തരും അല്ലെ, ചീട്ട് എന്ന് പറഞ്ഞൊരു കാർഡ് തരും. ആ കാർഡ് അപ്പൊ ഈ സെയിം സാധനം അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഡോക്ടറെ, നമ്മൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരത് ചോദിക്കും. ചിലപ്പോഴൊക്കെ രജിസ്ട്രേഷൻ പോയിന്റിൽ തന്നെ ചോദിക്കും വിച്ച് ഡോക്ടർ ഹാവ് ടു കൺസൾട്ട് എന്ന് അവർ ചോദിക്കും. അപ്പൊ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഡോക്ടറിനെങ്കിൽ ചില ആൾക്കാർ സ്ഥിരമായി കാണുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ തന്നെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് പേരറിയാമെങ്കിൽ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്നാണ് എനിക്ക് അസുഖം, അങ്ങനെ അതിന് പറ്റിയ ഡോക്ടർ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് ഗ്യാസ്ട്രോ, സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്, അപ്പൊ ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ പോകണം. അല്ലെങ്കിൽ ഒരു നെഞ്ചുവേന, ആദ്യം തന്നെ നെഞ്ചുവേനൊക്കെ വരുമ്പോ നമ്മൾ പെട്ടെന്നൊന്നും കാർഡിയോളജിയിലേക്ക് പോവില്ല, കാരണം പേടിയാണ്. കാരണം നെഞ്ചുവേന എന്ന് പറഞ്ഞ് ഇനി വേറെ എന്തെങ്കിലും പറയുമോ, നമ്മൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണും. എന്നിട്ട് അവർക്ക് പറ്റിയില്ലെങ്കിലാണ് അവർ സജസ്റ്റ് ചെയ്യുക ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ചേക്ക് എന്ന് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്കറിയാമെങ്കിൽ നമ്മൾ അവരോട് പറയും. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മളുടെ ഈ ഡീറ്റെയിൽസ് ആ ഡോക്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ചീട്ട്, അതായത് അവർ എഴുതിയ ആ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് എവിടേക്ക് ഡോക്ടറിലേക്ക് ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മളുടെ പേര്, വയസ്സൊക്കെ ചോദിക്കുമ്പോൾ അതവിടെ ആ സ്ക്രീനിലെ നമ്പർ അനുസരിച്ച് ഡോക്ടർ അത് എടുക്കുമ്പോ നമുക്ക് എന്താണ് രോഗം പരിശോധിച്ച് നോക്കുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു അല്ലെ, നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. സോ അതിൽ നിന്ന് അവർക്കൊരു കൺക്ലൂഷൻ കിട്ടും, ഇന്ന സുഖമാണ്. അപ്പൊ അവരത് അവിടെ തന്നെ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് അവരത് ആ പേഷ്യന്റിന്റെ ചീട്ടിനോടൊപ്പം ആ ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തും, ഇന്ന സുഖമാണ് അല്ലെ. ഇനി എന്തൊക്കെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അതും അതിനകത്ത് ടൈപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ പറയുന്ന ചാർട്ട് ക്യാൻ ബി ഫോർവേഡഡ് ടു ദ ഫാർമസി അല്ലെ. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ട് അത് തന്നെ എവിടേക്കും ചെയ്യാം, ലാബിലേക്കും ടെസ്റ്റിന് വേണ്ടിയും ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ടു ഹാൻഡ് ഓവർ ടു എനി ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ, വേസ്റ്റിംഗ് നോ ടൈം അല്ലെ, ഒരു സമയം പോലും എന്താ പറയാ വേസ്റ്റ് ചെയ്യാതെ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ നഴ്സിന്റെയോ പേഷ്യന്റിന്റെയോ ഇങ്ങനെ കൊടുത്തു വിടണം ഈ സാധനമൊക്കെ, എന്നിട്ട് അവരോട് അവിടെ കൊണ്ടുകൊടുക്ക് ഇവിടെ കൊണ്ടുകൊടുക്ക് എന്ന് പറയണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെയാണ് നമ്മളുടെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഹെൽത്ത് മെയിൻ്റനൻസിൽ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിന് കുറച്ച് എന്താ പറയാ, ഈ EHRന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ യൂസ്, ആ ടെക്നോളജിയിലുണ്ടായ മാറ്റം അനുസരിച്ച് അതിന്റെ യൂസസ് ഇവിടെ കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇംപ്രൂവ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അവിടെ നിങ്ങളുടെ ആ നോട്ടിൽ? എനിക്ക് ഞാനത് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ ചേർത്തേക്കാം, അല്ലെങ്കിൽ ആ ഭാഗം വേണ്ടാന്ന് വെക്കാത്രേ ഉള്ളൂ. അതായത് നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കെയറിങ് കൊടുക്കുന്നതിൽ അതിന്റെ സുരക്ഷിതത്വവും അതിന്റെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യുക, എന്നിട്ട് എന്തിനെ കുറയ്ക്കുക, ഹെൽത്ത് ഇഷ്യൂസ് കുറയ്ക്കുക. മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളെയും കുറയ്ക്കാനായിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു. അടുത്തത് എൻഗേജ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ഇൻ ദയർ കെയർ. അതായത് ഹെൽത്ത് കെയർ കൊടുക്കുന്നതിൽ ഇലക്ട്രോണിക് ഹെൽത്ത് കെയറിന്റെ മാത്രം പ്രത്യേകതയാണ് ആരെയും കൂടി ഉൾപ്പെടുത്തുക, പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ ഒരു സാധനം അതിന് മുമ്പ് വേറെ പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അത് ഒരു ഇലക്ട്രോണിക് ഒരു പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞു അല്ലെ. പേഷ്യന്റ് പോർട്ടൽ പറഞ്ഞില്ലേ ഞാൻ? കഴിഞ്ഞിട്ടാണോ മുമ്പാണോ പറഞ്ഞേ? എവിടെയാണ് പറഞ്ഞല്ലോ അത്? പേഷ്യന്റ് പോർട്ടൽ എന്താ? ഒരു പേഷ്യന്റ് പോർട്ടലിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഇല്ലേ? അതെവിടെ പറഞ്ഞത് നമ്മള്? ഓക്കെ, താഴേക്ക് തന്നെയാണ്.
ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ്. യെസ് യെസ്, ഇവിടെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതായിട്ടാണ് ഓർമ്മ. അതെ, അപ്പൊ എന്താണ്, അപ്പൊ എന്താ പറയാ, ഫാമിലി മെമ്പേഴ്സിനെ പേഷ്യൻസിനെ ഒക്കെ നമ്മുടെ ഈ ഹെൽത്ത്, അവരുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അവരെയും കൂടി ഉൾപ്പെടുത്താം. കാരണം ഈ സാധനമൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോ ഓൺലൈനായിട്ടും നമുക്ക് വീട്ടിലിരുന്നും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോ നമ്മള് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡോക്ടറെ സ്ഥിരമായിട്ട്, ഒരു ഫാമിലി ഡോക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ ചിലര് പറയും അല്ലെ, സ്ഥിരമായിട്ട് ആ ഡോക്ടറെ നമ്മുടെ ഫാമിലിയിൽ ആർക്ക് സുഖം ഉണ്ടാവും നമ്മൾ അവരെയാ കൺസൾട്ട് ചെയ്യാം. അപ്പൊ അവര് എന്തെങ്കിലും, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അവർക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അവരാണ് വേറെ ഒരാളിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സി യു ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ, പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പർപ്പസ് നമ്മൾ വിദേശത്തേക്ക് എവിടേക്കെങ്കിലും പോയി. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഗോ എന്താ പറയാ ഓഫ്ലൈൻ ഫോർ ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്കറിയാം നമ്മളെപ്പോഴും പോയിരുന്നത് ഇന്ന ഡോക്ടറെ അടുത്താണ്, നമുക്ക് ഒരുപാട് ട്രസ്റ്റ് ആണ് ആ ഡോക്ടറെ, വളരെ വിശ്വാസമാണ്. ആ ഡോക്ടറെ എല്ലാം നമ്മൾ മാറി എവിടെയും കാണിച്ചിട്ടില്ല. ഇനി അവിടെ ചെന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈയായ്കകൾ വന്നു, അപ്പൊ നമുക്കൊരു പേടി, മറ്റ് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യാനോ ഒക്കെ ഒരു പേടിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അല്ലെ, അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കാം. ഇപ്പൊ മെഡിസിൻസ് അവര് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ മെഡിസിൻസ് മാത്രം നമുക്ക് അവിടുന്ന് പോയി വാങ്ങിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് കാണിച്ചു നോക്കൂ എന്ന് അവർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പോകാം. അപ്പൊ ഇന്ന് ഓൺലൈൻ സർവീസും നമുക്ക് വളരെയധികം ലഭ്യമാണ്. ഇതൊക്കെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ്. അപ്പൊ ഈ റെക്കോർഡ്സ് അങ്ങോട്ടേക്ക് പേഷ്യന്റിനും, പേഷ്യന്റിനെ അല്ലെങ്കിൽ പേഷ്യന്റിനെ നേരിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരാണോ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. മറ്റേത് അമ്മ ദൂരെയാണ്, ഈ കമ്പ്യൂട്ടർ ഒന്നും വന്നില്ലായിരുന്നെങ്കിലൊന്നും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സാധ്യമാകുമോ? ഇപ്പൊ പറഞ്ഞ കേസിൽ തന്നെ ആ ഡോക്ടറെ നമ്മൾ കാണുന്നു, എല്ലാ ദിവസവും പോയി കണ്ടുകൊണ്ടിരുന്ന ആൾക്ക് ദൂരെ പോയി കഴിഞ്ഞപ്പോ ഇതേ ഡോക്ടറിന്റെ ഒരു എന്താ പറയാ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. പോസിബിൾ ആണോ? കത്ത് എഴുതി എന്താണ് വിവരം എന്നൊക്കെ പറഞ്ഞ് ആ കത്ത് ഡോക്ടർക്ക് കിട്ടി. ഈ പറയുന്ന ഷെയറിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലെ. അപ്പൊ എന്റെ രോഗം ഇതാണ്, ഇന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ഇന്നതാണ് റിസൾട്ട്, എനിക്ക് എന്തെങ്കിലും ഡോക്ടറുടെ അഡ്വൈസ് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നേരെ തന്നെ അവിടെ തന്നെ വീഡിയോ കോൾ വിളിച്ചോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന്റെ ഇവല്യൂഷനോട് കൂടിയാണ് ഇതൊക്കെ സാധ്യമായത്. അപ്പൊ പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം എന്നുള്ളതും മറ്റൊരു കാര്യമാണ്, മറ്റൊരു യൂസ് ആണ് ഇതിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ. പിന്നെ ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, സമഗ്രമായ എന്ന് വെച്ചാൽ ഒരു രോഗിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ലാബിൽ നിന്ന് കിട്ടുന്നു, ആൾക്ക് കൊടുക്കേണ്ട മരുന്ന് ഇവിടെ എല്ലാം ഇൻഫോർമേഷൻസ് ഉണ്ട് ആ പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ എല്ലാ കെയറിങ്ങിന്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എല്ലായിടത്തുനിന്നും നമുക്ക് ആ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിന്റെ അടുത്തുനിന്നൊക്കെ നമുക്ക് അത് കളക്ട് ചെയ്ത് ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംപ്രൂവ് പോപ്പുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഈ റെക്കോർഡ്സ് എല്ലാം കമ്പ്യൂട്ടറിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ട് അവിടെ കിടക്കും. ഇപ്പൊ ഇന്ന ഒരു കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ രോഗം വന്നു, നമുക്ക് ഇതിനു മുമ്പ് ആ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യാത്ത ഒരു രോഗമാണെന്ന് വിചാരിക്കും. ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ഒരു പേഷ്യൻസിൽ കണ്ടിട്ടില്ല, പുതിയൊരു തരം രോഗം. അപ്പൊ അവരെ ചികിത്സിച്ചു, ഏതൊക്കെ രീതിയിൽ അവർക്ക് അവരുടെ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ രോഗത്തെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും ആ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരാളുടെയോ ഒക്കെ ശ്രമത്തിന്റെ ഫലമായിട്ട് സാധിച്ചു. അപ്പൊ അതൊരു ഇൻഫോർമേഷൻ ആണ്. ഇന്ന രോഗം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ചികിത്സ കൊടുക്കണ്ടേ എന്നുള്ളത്. ആ ഇൻഫോർമേഷൻ ഇറ്റ്സ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. അപ്പൊ ഇത് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹെൽത്ത് റെക്കോർഡായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മറ്റ് ഇനിയും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ രോഗം സ്പ്രെഡ് ചെയ്ത് വരാനോ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കാനോ ഒക്കെ ഈ പറയുന്ന ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പോപ്പുലേഷന്റെ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് കൂടി ഇംപ്രൂവ് ചെയ്യാൻ ഇൻഫോർമേഷൻ നമുക്ക് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? പിന്നെ എൻഷുർ ആഡക്വേറ്റ് പ്രൈവസി, ഈ റെക്കോർഡുകളൊക്കെ കമ്പ്യൂട്ടറിലായതുകൊണ്ട് ഇതിന് അതിൻ്റെതായ സ്വകാര്യത ഉണ്ടായിരിക്കും. വരുന്നവർക്കും പോകുന്നവർക്കും എടുത്ത് മറച്ചു നോക്കാൻ പറ്റില്ല. ബിക്കോസ് ഇതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ പാസ്വേഡ്, തീർച്ചയായിട്ടും പാസ്വേഡ് വെച്ച് അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും നമുക്ക് ഉറപ്പാക്കാം. മനസ്സിലായോ? അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ രോഗിയുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. അപ്പൊ അതിനും കൂടി നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് സഹായിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഡോക്ടർ മാത്രം അറിയേണ്ട ഒരു കാര്യം, ഡോക്ടറുടേതായ സിസ്റ്റത്തിൽ അത് ആള് പാസ്വേഡ് എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെ, അത് വേറെ ഏത് ആളുകൾക്ക് നമുക്ക് അത് വന്നിട്ട് നോക്കി അതിൽ നിന്ന് അത്തരം പേഴ്സണൽ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ പ്രൈവസി അഡക്വേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനാണ് സാധിക്കുക. ക്ലിയർ ആയല്ലോ? ഈ പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നോ? മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നോ? യെസ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു എൻകറേജ് പേഷ്യന്റ് ഇൻവോൾവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു, പേഷ്യൻസിനെ അല്ലെങ്കിൽ ഫാമിലീസിനെ ഈ ഒരു അവരുടെ ഹെൽത്ത് കെയറിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഇൻവോൾവ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടു അച്ചീവ് ദെയർ ഗോൾസ്. അതായത് ഹോസ്പിറ്റൽസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇത് വളരെ സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്. ഞങ്ങൾ ഒരു കളവും കളത്തിലും ഒന്നും ചെയ്യുന്നില്ല. ഇന്ന ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇന്ന ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ആ ടെസ്റ്റിന്റെ റിസൾട്ട് ഇതാണ് അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, എന്തിനാണാവോ കുറെ ദിവസം ഇവിടെ പിടിച്ചിട്ടേക്കണം, എനിക്ക് വേറെ അസുഖമൊന്നുമില്ല, ഇവർക്ക് എന്തോ കാഴ്ചന് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാ എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അല്ലെ. അല്ല, അവർക്ക് അവരുടേതായ ആ പേഷ്യന്റിന്റെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ കണ്ടെത്താനായിരിക്കാം. ചിലപ്പോ ഇനിയും ചില ടെസ്റ്റുകൾ നടത്താനായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാവും. ചിലപ്പോ ഒരു എക്സ്ട്രാ ഒരു ദിവസം കൂടി അഡ്മിറ്റ് ചെയ്തതിൽ നിന്ന് ഒരു ദിവസം കൂടി കിടക്ക്, ഒന്നുകൂടി ഇന്ന കാര്യം നോക്കാൻ പരിശോധിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് അഡ്മിറ്റ് ഒന്നുകൂടി നീട്ടിയിട്ടുണ്ടാകും അഡ്മിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കും, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പേഷ്യൻസിന്റെ കെയർ കൊടുക്കാൻ വേണ്ടി, ആ ഇംപ്രൂവ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടി, അവർ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാനേജ് ചെയ്യുന്ന ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരുടെ ആ ഇൻഫർമേഷൻസ് അവർക്ക് കൂടി ആക്സസ് ചെയ്യുന്ന രീതിയിൽ അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പേഷ്യന്റ് പോർട്ടൽ. പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ അതൊരു വെബ്സൈറ്റ് ആണ്. ആ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും രോഗമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നമ്മൾക്ക് ഒരു സൈറ്റ് അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഇലക്ട്രോണിക്കലി ആക്സസ് അവർ മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിനകത്ത് പോർട്ടല് ആ യൂസറിനെ നമുക്ക് ഇപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻസ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇൻഫർമേഷൻസ് ഒക്കെ പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കൺസൾട്ടേഷന് വേണ്ടി, അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഫോമുകൾ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഏതെങ്കിലും പ്രൊവൈഡേഴ്സ്, ഇന്ന ലാബിന്റെ റിസൾട്ട്, അപ്പൊ അതാരാണ് പ്രൊവൈഡ് ചെയ്തത്, അവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്നെ എന്താ പറയാ, നമുക്ക് റീഫില്ല് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്, നമ്മുടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻസ് തീർന്നു, അതിന് നമുക്ക് ഇനി എന്താണ് അടുത്തത്, ആ കോഴ്സ് എങ്ങനെയാണ്, അത് ഇനിയും ഫോർവേഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ റിവ്യൂ ചെയ്യാം, ബില്ല് പേ ചെയ്യാം. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് പേഷ്യന്റിന്റെ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പോർട്ടലില് അത് സെക്യൂർഡ് ആണ്, ബിക്കോസ് അത് ആർക്കും അങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സൈറ്റ്, ആ വെബ്സൈറ്റിൽ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കൂടി പറ്റുന്ന, അത്തരം ഇൻഫോർമേഷൻസ് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. പേഷ്യന്റ് പോർട്ടൽ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇത്രയും അണ്ടർലൈൻ ചെയ്യണം. പേഷ്യന്റ് പോർട്ടൽ എന്താണെന്നും പേഷ്യന്റ് പോർട്ടലിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതും രണ്ടും അണ്ടർലൈൻ ചെയ്യണേ. ആൻഡ് സി, ഇങ്ങനെയൊക്കെയാണെങ്കിലും, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി ഒക്കെ ഇത്രയും അങ്ങോട്ട് വളരെ വൈഡായിട്ട് ഒത്തിരി ആളുകൾ അത് ഉപയോഗിക്കുന്നു. ഇൻഫോർമേഷൻ ടെക്നോളജി വളരെ സെക്യൂർഡ് ആണ്, സേഫ് ആണ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും ഹോസ്പിറ്റൽസിന് അതിന്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലുള്ളത്. പക്ഷെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം സം ഇഷ്യൂസ് ഓർ ചാലഞ്ചസ്. എന്നാലും ഇതും ഒട്ടും തന്നെ വെല്ലുവിളികളിൽ നിന്നോ മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നോ ഒട്ടും തന്നെ എന്തല്ല മാറ്റി നിർത്താൻ പറ്റില്ല. ഇതിനും ഇതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണെങ്കിൽ പോലും, ഈ റെക്കോർഡ്സ്, ഈ ഹെൽത്ത് റെക്കോർഡ്സ് ആണെങ്കിൽ പോലും അതിൻ്റെതായ ചില ചലഞ്ചസ്, വെല്ലുവിളികൾ അത് നേരിടുന്നത് EHR സിസ്റ്റം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ് അതിന് ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരിക. ഫസ്റ്റ് വൺ ഇന്റർഓപ്പറബിലിറ്റി, സെക്കൻഡ് വൺ യൂസബിലിറ്റി, ആൻഡ് ദ തേർഡ് വൺ ഹെൽത്ത് IT സേഫ്റ്റി. ഈ 3 കാര്യങ്ങളിലാണ്
ഈ ചാലഞ്ചസ് നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഫേസ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. Healthcare providers and organizations still face critical issues and challenges related to interoperability, usability, and health ID safety. അത്രയും ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്യാം. സേഫ്റ്റി വരെ അണ്ടർലൈൻ ചെയ്തിരുന്നോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നത്. Okay. Yes. അപ്പൊ ഫസ്റ്റ് എന്താണ് ഒന്നാമത്തെ എന്താ പറയാ നമ്മളുടെ ചലഞ്ചസ് അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇന്ററോപ്പറബിലിറ്റിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട്, യൂസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ഹെൽത്ത് ഐ ഡി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഇന്റർഓപ്പറബിലിറ്റി ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് മറ്റൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുമ്പോ എന്ന് വെച്ചാൽ അതിനകത്താണ് ചില പ്രശ്നങ്ങൾ വരിക. അതാണ് ഇന്റർഓപ്പറബിലിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റ് നമ്മൾ ഇതുപോലെ നേരത്തെ എനിക്ക് അങ്ങനത്തെ ഒരു പേഷ്യന്റിനെ അങ്ങനത്തെ ഒരു രോഗമായിട്ട് വന്നിട്ടില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, അപ്പൊ എനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അപ്പൊ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സുമായിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ ഇന്ന സിംറ്റമാണ്, ഇന്ന കാര്യമാണ് ആൾ പറയുന്നത്, അപ്പൊ അതിന് എന്തെങ്കിലും അറിവുള്ള ഒരു രോഗമായിട്ട് ഇതുപോലെ ആരെങ്കിലും വന്നിട്ടോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ ഡിസ്കഷൻസിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഈ സിസ്റ്റം ഇങ്ങനെ ഇലക്ട്രോണിക്കലി ആണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂസർക്ക് വലിയ എഫേർട്ട് ഒന്നും എടുക്കാറ്, വിതൗട്ട് എനി സ്പെഷ്യൽ എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് യൂസർ. ഉപയോഗിക്കുന്നതാണ്, എനിക്കാണ് ഇൻഫർമേഷൻസ് വേണ്ടത്. അപ്പൊ എനിക്ക് വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ മറ്റൊരാളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നു എന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, എന്റെ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയത് മറ്റൊരാളുടെ റെക്കോർഡ്സിൽ നിന്നാണ്. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ചില ഇഷ്യൂസ്, അങ്ങനെയുള്ള ഷെയറിങ്ങിന് വരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് വരുന്നുണ്ട്. അതൊരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയിട്ടാണ് പറയുന്നത്. ഇന്റർഓപ്പറബിലിറ്റി എന്നാണ് അതിനെ പറയാം. എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു എക്സ്ചേഞ്ച് ഇലക്ട്രോണിക് ഇൻഫർമേഷൻ വിത്ത് ആൻഡ് യൂസ് ഇലക്ട്രോണിക്, അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതും ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നതും, അത് വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ യൂസർ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ചലഞ്ച് തന്നെയാണ്. കാരണം വലിയ എഫേർട്ട് ഒന്നും എടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു. എന്റേതായ ഒരു എഫേർട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാനത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കോ, പഠിക്കോ, അതിനുള്ള ഒരു പ്ലാനിങ് ആ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യുന്നുള്ള സ്വന്തമായ ഡിസിഷൻ എടുക്കോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്ത് ഇത്തരം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതൊരു ഇഷ്യൂ ആണ്. ഇനി ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്റർഓപ്പറബിലിറ്റി വരാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്റർഓപ്പറബിലിറ്റി എങ്ങനെയാണ് ഇത് തടസ്സമായിട്ട് വരുന്നത് എന്നുള്ളതിന് കുറച്ച് പോയിന്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. ഈ ഇന്റർഓപ്പറബിലിറ്റി ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നോ? അത് അണ്ടർലൈൻ ചെയ്യുന്നേ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു ഇന്റർഓപ്പറബിലിറ്റി. ഇന്റർഓപ്പറബിലിറ്റിയുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, states have different laws and regulations, making it difficult to share health information across state lines. അതായത് ഇപ്പൊ നമ്മള് വിതിൻ ദ കൺട്രി ആണെങ്കിൽ ഓക്കെ, പക്ഷെ വിതിൻ ദ സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ട്. ചില ഡാറ്റാസ് കനോട്ട് ബി ഷെയർഡ്, പറ്റൂല. പിന്നെ നമ്മളുടെ അതിർത്തി വിട്ട്, നമ്മുടെ സ്റ്റേറ്റിന്റെ അതിർത്തി വിട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു എന്താ പറയാ ഒരു പ്രൊസീജിയേഴ്സ്, റൂളും റെഗുലേഷൻസ് ഒക്കെ മിക്ക സ്റ്റേറ്റ്സിലും ഉണ്ടെന്ന്. എല്ലാ സ്റ്റേറ്റ്സിലും ഇപ്പൊ കേരളത്തിലെ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നു,
ആളുടേതായ ചില ഇൻഫോർമേഷൻസ് അത് നമ്മുടെ നാട്ടിൽ മാത്രം എന്താ പറയാ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അത് വേറെ സ്ഥലങ്ങളിലേക്ക് പാടില്ല. അപ്പൊ ഡിഫറെന്റ് ഏരിയസിലേക്ക് ഓരോ റൂളാണ്. അവിടെ ഇന്ന അതിർത്തി വിട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ആ ഒരു എന്താ പറയാ ഡാറ്റാസ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമില്ല. അങ്ങനെ ചില ബാരിയേഴ്സ് ഉണ്ട്. അതാണ് പറഞ്ഞത് ഒന്നാമത്തെ. മനസ്സിലായ പോയിന്റ്? സ്റ്റേറ്റ് ഹാവ് അതുള്ളതാണ്, നിയമപരമായിട്ടുള്ളതാണ്. ക്ലിയർ ആയോ? State have different laws and regulations, making it difficult to share health information across state lines. States ന്റെ അതിർത്തി വിട്ട് ചില ഡാറ്റാസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ക്ലിയർ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അതാണ് ഇന്റർഓപ്പറബിലിറ്റിക്ക് ഒരു കാരണം. ഇപ്പൊ ഞാൻ പറയാണ് തമിഴ്നാട്ടിലുള്ള എന്തെങ്കിലും ഒരാളോടാണ്, പക്ഷെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാനോ ചില ഡാറ്റാസിന് എന്തുണ്ട്, തടസ്സങ്ങളുണ്ട്. ചിലതാണ് പറ്റാത്തത്, ചിലതിന് കുഴപ്പമില്ലായിരിക്കും. അതിൻ്റെതായ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം. അടുത്തത്, പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈൻഡ് ടു സപ്പോർട്ട് ഇന്റർഓപ്പറബിലിറ്റി. ഇനി ഈ പേയ്മെന്റ് ഇൻസെന്റീവ്സ്, അതായത് നമുക്കറിയാം ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷെയർ ചെയ്ത് കൊടുക്കേ വാങ്ങി. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരുടെ ഐഡിയാസോ അല്ലെങ്കിൽ അവരുടേതായ ചില കാര്യങ്ങളോ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ അവിടെ ആ ഒരു പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ കുറിച്ചൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് അവിടെ പരിഗണിക്കുന്നില്ല. അതും മറ്റൊരു ഡ്രോബാക്ക് ആണ്. ചിലപ്പോൾ അവരുടേതായ ഐഡിയ, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന് അഡ്വൈസ് കൊടുക്കും, അവരുടെ രോഗം ഭേദമാക്കി കൊടുക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മറ്റൊരാളുടെ ഐഡിയയോ അവരുടേതായ നിർദ്ദേശങ്ങളോ വെച്ചിട്ടല്ല. അപ്പൊ അതിന് പേയ്മെന്റ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെ ഒരു ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു ഇന്റർഓപ്പറബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്ന തടസ്സമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പ്രൈവസി ലോസ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ട് ഉള്ള ചില നിയമങ്ങൾ, നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റിൽ പോലെ തന്നെ പ്രൈവസി സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും പ്രത്യേക നിയമങ്ങളുണ്ട്. അത് എന്താ പറയാ ഇന്ററപ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ, അതായത് വ്യക്തമായിട്ട് പറയില്ല എന്തൊക്കെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആണെങ്കിൽ ആ ഡാറ്റാസ് നമുക്ക് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ പാടില്ല. അതിനും അതിൻ്റെതായ നിയമമുണ്ട്. അതും ഇന്റർപ്രബിലിറ്റിക്ക് ഒരു തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്. ഇനി ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് നോട്ട് സഫീഷ്യന്റ്ലി സ്റ്റാൻഡർഡൈസ്ഡ്. നമ്മൾ പറഞ്ഞു ഈ ഡാറ്റാസ് എല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെങ്കിലും വേണ്ടത്ര നിലവാരത്തിലുള്ള ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ് ഇപ്പോഴും പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും അവൈലബിൾ അല്ല. അത് മറ്റൊരു തടസ്സമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുമ്പോൾ സേവ് ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ് എന്തെല്ലാം സ്റ്റാൻഡേർഡ് അല്ലാന്ന്, ആവശ്യത്തിന് നിലവാരം ഇല്ലാത്തതായിട്ട് കണക്കാക്കപ്പെടുന്നു. നിലവാരം അത്രയധികം ഇല്ലാത്തതായിട്ടാണ് മിക്കപ്പോഴും അവര് ഫേസ് ചെയ്യുന്നത്. അതും ഒരു ഇന്റർഓപ്പറബിലിറ്റിക്ക് ബാരിയർ ആണ്. ഓക്കെ, and the last one, there is a lack of trust among the healthcare providers and the consumers. ഇനി മറ്റൊരു വിശ്വാസക്കുറവാണ് ആരെങ്കിലുള്ളത്, നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ അതിന്റെ കൺസ്യൂമേഴ്സും. കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ എന്താ, പേഷ്യൻസ് ആണ്. വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പൊ കൃത്യമായ കാര്യങ്ങളോ ഇൻഫർമേഷൻസോ ആയിരിക്കും ചിലപ്പോൾ പേഷ്യൻസ് എല്ലാം തന്നെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതിലും അവ്യക്തതയോ അല്ലെങ്കിൽ അവിടെയും ചില കാര്യങ്ങളൊന്നും പറയാതെയോ ഒക്കെ പോകുന്ന കാര്യം. അപ്പൊ വിശ്വാസക്കുറവ് നല്ല കാര്യമായിട്ട് പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോട് ഉണ്ട്. അതിന്റെ അഭാവവും ഇന്റർഓപ്പറബിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ തുറന്നു പറയുമെന്ന് വരിക. ക്ലിയർ ആയോ? 5 പോയിന്റ് ആണ് ബാരിയേഴ്സ് ടു ഇന്റർഓപ്പറബിലിറ്റി. അതില് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം ഞാൻ പറയാം, ഫുൾ ആയിട്ടൊന്നും പഠിക്കണ്ട. സ്റ്റേറ്റ്സ് ഹാവ് ഡിഫറെന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അത്രയും മതി. അടുത്തത്, പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈൻഡ് ടു സപ്പോർട്ട് ഇന്റർഓപ്പറബിലിറ്റി. അതിന്റെ ഫുള്ള് ഉണ്ട്. പിന്നെ അടുത്തത് മൂന്നാമത്തെ പോയിന്റിൽ പ്രൈവസി ലോസ് ഡിഫർ. അത് മതി. പ്രൈവസി ലോസ് ഒക്കെ വ്യത്യസ്തങ്ങളാണ്. പിന്നെ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഈസ് നോട്ട് സ്റ്റാൻഡേർഡൈസ്ഡ്. ഓക്കെ, ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് ട്രസ്റ്റ്. Lack of trust among healthcare providers and consumers. ഒന്നുകൂടി പറയാം. ആദ്യത്തെ പോയിന്റിൽ സ്റ്റേറ്റ് ഹാവ് ഡിഫറെന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്.
അടുത്തത് പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈഡ് ടു സപ്പോർട്ട് ഇന്റർഓപ്പറബിലിറ്റി, അത് ഫുള്ളുണ്ട്. മൂന്നാമത്തേല് പ്രൈവസി ലോസ് ഡിഫർ. Next one, health information is not standardized sufficiently എന്ന് വേണമെന്നില്ല. And the last point is lack of trust among healthcare providers and consumers. Okay, അല്ലേ? Yes. ഇതായതുകൊണ്ടാണ് കുറച്ചുകൂടി എന്താ പറയാ എന്ന് നമ്മൾ നേരത്തെ എടുത്ത ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും കൂടി പറഞ്ഞത്. അത് മുഴുവനും നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ ഇവല്യൂഷൻ ഒക്കെ നമ്മള് മുഴുവനൊന്നും പഠിച്ചിട്ട് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറിന്റെ ഇവല്യൂഷൻ എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ എവിടെയും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള കാര്യമാണ്. കമ്പ്യൂട്ടർ ഇവല്യൂഷൻ അതിൻ്റെതായ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. ഒത്തിരി മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് പല മേഖലകളിലും എന്ന് നമുക്കറിയാം അല്ലെ. കമ്പ്യൂട്ടർ ഇല്ലാത്ത ഇപ്പോഴെങ്കിലും വീടുകളിൽ പോലും ഇല്ല. പണ്ടൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ വീടുകളിലും കമ്പ്യൂട്ടറിന്റേതായിട്ടുള്ള മൈക്രോ രീതിയിലുള്ള ഒരു സാധനം നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത്രയും എന്താ പറയാ അതിപ്രസരമാണ് ഇതിന്റെ അല്ലെ കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ആൻഡ് ഇനിയും നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, അപ്പൊ നമ്മൾ അതിന്റെ ഓപ്പറബിലിറ്റിയുടെ രീതിയിലാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലെ. അത് അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഹെൽത്ത് കെയർ റെക്കോർഡുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആ കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇന്റർഓപ്പറബിലിറ്റി കൈകാര്യം ചെയ്യുന്നതിന് ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. പിന്നെ അതിന്റെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ റെക്കോർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഇൻസെന്റീവ്സിനെ കുറിച്ചിട്ടൊന്നും തന്നെ അലൈൻ ചെയ്തിട്ടില്ല. പിന്നെ പ്രൈവസി ലോസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും സീക്രട്ട് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് നിയമ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നിയമങ്ങളുണ്ട്. ആവശ്യമായിട്ടുള്ള നിലവാരമില്ലാത്ത ഹെൽത്ത് റെക്കോർഡുകൾ ഹെൽത്ത് ഇൻഫർമേഷൻസും ആണ് ഇപ്പോൾ ഉള്ളത് നിലവില്. പിന്നെ മാത്രമല്ല നമ്മുടെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസും അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിൽ വലിയ വിശ്വാസം ഇല്ല. പരസ്പരം കൊണ്ടുള്ള വിശ്വാസക്കുറവൊക്കെ ഇതിന് തടസ്സമായി നിൽക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇനി രണ്ടാമത് എന്താ പറഞ്ഞത് നമ്മള് ഹെൽത്ത് റെക്കോർഡുകൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസും ഇഷ്യൂസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തേക്ക് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തേക്ക് അതിന്റെ യൂസബിലിറ്റി ഉപയുക്തത അല്ലെ യൂസബിലിറ്റി. ഇനി ഇന്റർഓപ്പറബിലിറ്റിക്ക് ശേഷം വീണ്ടും അടുത്തത് വരുന്നത് നമുക്കറിയാം. ഇറ്റ് ഈസ് clinicians also often or frequently express frustration with the usability of EHR system. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ അത്തരം സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ മിക്ക ക്ലിനീഷ്യൻസും അതായത് ക്ലിനിക്ക് നടത്തുന്നവര് ഡോക്ടേഴ്സ് അത് കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെയധികം ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ഭയങ്കര സമാധാനത്തോടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് എന്താ പറയാ ഇഷ്യൂസ് അതിനകത്തുണ്ട്. ഈ ഇൻഫർമേഷൻ തന്നെ അത്ര വലിയ നിലവാരമില്ലാത്തതായതുകൊണ്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനവർ പറയുന്ന ഒരു കണക്കുണ്ട്. കണക്ക് എങ്ങനെയാ പറയാ? കണക്ക് പഠനങ്ങളിലൂടെയാണ് അവർ കണ്ടെത്തിയ ചില പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം അറൌണ്ട് 55% ഓഫ് ഫിസിഷ്യൻസ്, അതായത് ഒരു 55% നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ 55% ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഡിഫിക്കൽട്ട് ഓർ വെരി ഡിഫിക്കൽട്ട് യൂസ്. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ വളരെ പാടാണെന്ന് ഉപയോഗിക്കാൻ. 55 അതായത് മോർ ദാൻ പകുതി കൂടുതൽ പെർസെന്റേജ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ റെക്കോർഡുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പറയുന്നു ഇത് ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും കണ്ട് നമ്മളുടെ ടെക്നോളജി വളർന്നു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ മാറ്റിയെങ്കിലും അത് യൂസ് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. അതിൽ അവർ പൊതുവായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ഹെൽത്ത് റെക്കോർഡുകളിൽ നമുക്കറിയാലോ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും റേഡിയോളജി സ്കാനിങ് എക്സ്റേ ഒക്കെ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഇമേജസ് ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ പകർത്തും അല്ലെ. ഇത് അതിന് ശേഷം നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഫോർവേഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഫോർവേഡ് ചെയ്യാം. പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിന്റ് ഔട്ട്സ് എടുക്കാം. പക്ഷെ ഇത്തരം ഇമേജസ് ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരുന്നുണ്ട്. മനസ്സിലായി? അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയില്ലാന്ന് മനസ്സിലായോ? റിപ്പോർട്ട് കൊടുത്തതായിക്കോട്ടെ റിസൾട്ട് കൊടുത്തതായിക്കോട്ടെ ഇതിനകത്തൊന്നും വ്യക്തതയില്ല, ക്ലിയർ കുറവായിരിക്കും. ഐക്കോണോഗ്രഫി എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതെന്താ പറഞ്ഞാൽ ഈ എന്താ പറയാ ചിത്രങ്ങൾ ഒക്കെ വെച്ചിട്ടേ അതായത് ഏതെങ്കിലും നമ്മുടെ ഇന്റീരിയർ പാർട്സിന്റെ ഒക്കെ ചിത്ര രൂപത്തിലൊക്കെ ഇമേജിങ് ടെസ്റ്റിലൊക്കെ ഒക്കെ നടത്തി അതിങ്ങനെ ഷെയർ ചെയ്തിരുമ്പോൾ ചിത്രത്തിലൊക്കെ വ്യക്തത കുറവ് വരിക.
അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ക്ലിനീഷ്യൻസിന് അവരുടെ എന്താ പറയാ ജോലി കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. അവർക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് അവർക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവരുടെ ഇൻസൈറ്റ് അവർക്ക് അതിന്റെ ചിത്രം അവർക്ക് വരച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് ഉപയോഗിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇമേജിംഗ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്താം. എന്താ പറയാ സ്പെക്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇതൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ഇതിങ്ങനെ IV ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ക്യാമറാസ് സ്പെഷ്യലി ഡിസൈനുള്ള ക്യാമറ വെച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെയൊക്കെ എന്താ പറയാ ഇമേജസ് എടുക്കാൻ വേണ്ടി, അങ്ങനെ ഇമേജസ് എടുക്കുമ്പോഴും വ്യക്തത കുറവുണ്ടെന്ന്. ഈ വ്യക്തത കുറവുള്ളത് കൊണ്ട് ഇതിന്ന് എന്താണ് നമുക്കിപ്പോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, ആളുടെ രോഗം എന്താണ്, പ്രശ്നം ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തില്ല. അപ്പൊ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ ഹെൽത്ത് റെക്കോർഡൊക്കെ ഇത്രയധികം പോപ്പുലർ ആണെങ്കിലും 55% ഓഫ് ദ ക്ലിനീഷ്യൻസ് പറയുന്നത് ഇത് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ അവര് ഫേസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് യൂസബിലിറ്റി, ഉപയോഗത്തിന്റെ കാര്യത്തിലുള്ള ആ ഒരു ചലഞ്ചാണ് അവരാ പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം അതില് ഇൻഫാക്ട് 55% ഓഫ് physicians reported that it was very difficult or very difficult to use. It സാധനം അവിടെ നോക്കിയേ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഓർ very difficult to use. ഇത് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് ഓർത്തോളണം. ഇൻഫാക്ട് 55% of physicians reported that electronic health records was difficult or very difficult to use. അങ്ങനെയാണ് ചേർത്ത് വായിക്കേണ്ടത്. അവര് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫ്രസ്ട്രേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവോൾവ് കൺഫ്യൂസിങ് ഡിസ്പ്ലേസ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ ചെയ്തൊക്കെ കൺഫ്യൂഷൻ ആകുന്നു. ഇൻകൺസിസ്റ്റന്റ് ഓർ അൺക്ലിയർ ഐക്കോണോഗ്രഫി, ചിത്രരൂപത്തിലുള്ള ആ ഒരു പ്രദർശനങ്ങളൊക്കെ എന്നുവെച്ചാൽ ഇമേജ് ഒക്കെ ഇങ്ങനെ പുറത്തെടുത്തതല്ല, ഇമേജസ് ആയിട്ട് സ്ക്രീനിൽ തെളിയുമ്പോൾ അതിൽ നിന്നും വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചിത്രങ്ങൾ. ആൻഡ് ഫീലിംഗ് ദാറ്റ് ദ സിസ്റ്റം ഡു നോട്ട് സപ്പോർട്ട് ക്ലിനീഷ്യൻസ് കോഗ്നിറ്റീവ് വർക്ക് ഫ്ലോ, അവരുടെ ശരിയായ ജോലിക്ക് അത് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള തോന്നല്. ഹിൻഡർ ദെയർ എബിലിറ്റി ടു ഈസിലി ഡ്രോ ഇൻസൈറ്റ്സ്, അവർക്ക് വ്യക്തമായ ഒരു ഐഡിയയിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ ഒരു കാര്യങ്ങൾ അതും ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അത്രയും വരെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 2 സെന്റൻസും 55% എന്ന് തുടങ്ങി ഡ്രോ ഇൻസൈറ്റ്സ് വരെ അണ്ടർലൈൻ ചെയ്യണം. യെസ്, അവിടെ വരെ വായിച്ചു നോക്കാം. ആ ഒരു പേജ് കീ ഇഷ്യൂസ് തുടങ്ങി കീ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്ന ആ ഭാഗം തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം. യൂസബിലിറ്റി വരെ വായിക്കാം കേട്ടോ.
വായിച്ചോ? വായിച്ചോ? കഴിഞ്ഞിട്ടില്ല. യെസ്, വായിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ടീച്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊരു ടൈം തന്നിട്ടുണ്ടല്ലോ അല്ലെ, എത്ര മന്ത്സ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളതൊക്കെ. അതനുസരിച്ച് ക്ലാസ്സുകൾ കൺക്ലൂഡ് ചെയ്യുള്ളൂ. അതനുസരിച്ച് ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇനി അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കും. പിന്നെ എന്താ ക്ലാസ്സുകളില് ടീച്ചേഴ്സ് എടുക്കുന്നതൊക്കെ മനസ്സിലാവണ്ടായിരുന്നില്ലേ? മനസ്സിലാവുമായിരുന്നോ? അല്ലെ, ടീച്ചേഴ്സ് ചോദിക്കുമല്ലോ, ഇത്ര എടുത്ത് കഴിയുമ്പോൾ അത് മനസ്സിലായോ, ഇത്ര എടുത്ത് കഴിയുമ്പോൾ ഇത് മനസ്സിലായോ. ഞാൻ സാധാരണ ചോദിക്കാറില്ല, എല്ലാവരും അങ്ങനെ തന്നെ ചോദിക്കാറുണ്ടെന്നാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിനോട്. അവരോട് ഇത്ര എടുത്ത് കഴിയുമ്പോൾ കുറച്ചെടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേജ് ആണോ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആണോ, അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ആണോ, അതെടുത്ത് കഴിയുമ്പോൾ അവർക്ക് ക്ലിയർ ആയോ, മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഫോർവേഡ് ചെയ്ത് പിന്നെ അടുത്ത ഭാഗത്തോട്ട് കടന്നു പോകുക. അപ്പൊ തീർച്ചയായിട്ടും അവരത് ചെയ്തിട്ടാണ് പോകുന്നതെന്നാണ് തോന്നുന്നത് അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? ഉണ്ടോ? പറയേ, എന്തെങ്കിലും ഞാൻ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതനുസരിച്ച് പറയാൻ പറ്റും. ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, എവരിത്തിങ് ഓക്കെ. ഇതുവരെ എല്ലാം വളരെ ഭംഗിയായ കാര്യങ്ങൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ. അപ്പോ ഇപ്പൊ ചില ഭാഗങ്ങളൊക്കെ നമ്മള് ഇപ്പൊ ഞാൻ തന്നെ ആ ഹിസ്റ്ററിയുടെ ആ ഭാഗം എടുത്ത് കഴിഞ്ഞപ്പോ മുഴുവൻ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ എന്താ പറയാ ഈ കാലാന്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു 10-20 വർഷം മുമ്പുള്ള ഒരു നമ്മുടെ ഓരോ പ്രദേശം തന്നെ നോക്കിയാൽ മതി. ഒരുപാട് മാറ്റങ്ങൾ ആളുകളിൽ, വ്യക്തികളുടെ പ്രവർത്തനങ്ങളില്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയില് ഒരുപാട് മാറ്റങ്ങൾ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ അല്ലെ? അതാണ് ഈ കുറെ പറഞ്ഞിരിക്കുന്നത്. വൈഷ്ണവി ആ കമ്പ്യൂട്ടറിന്റെ ഇവല്യൂഷൻ ആണ് പറഞ്ഞത്. കമ്പ്യൂട്ടറിന്റെ ഇവല്യൂഷനോട് കൂടിയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആളുകളിൽ, അതെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസും അങ്ങനെയുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. അതാണ് ആ അത്രയും വൈഷ്ണവി ഉപയോഗിച്ചത്. നമുക്ക് അതിന്റെ അത്രയൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഓരോ ഇങ്ങനെ പാരഗ്രാഫ് ഒന്നും വായിച്ച് പറയാതിരുന്നത്. പ്രധാനമായും പറഞ്ഞ 2-3 കാര്യങ്ങളായിരുന്നു. ആ ചേഞ്ചസ് ഏത് ഒരു ഇറയിലാണ് സംഭവിച്ചതെന്നും, പിന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ മിനി കമ്പ്യൂട്ടേഴ്സിന്റെ വരവോടുകൂടി മാറ്റങ്ങൾ വന്നതും, അത് പിന്നീട് മൈക്രോ കമ്പ്യൂട്ടേഴ്സിലേക്കൊക്കെ വന്നതും ഒക്കെ. അതൊക്കെ അതിനകത്ത് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡായിരുന്നു. അവിടേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഭാഗവും ടീച്ചേഴ്സ് എടുത്തിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഇനി കൂടുതലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉടനെയല്ല, ഈ നിങ്ങളുടെ ഡേറ്റ് ഏകദേശം നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം, ഈ മാസം അവസാന ക്ലാസ്സുകൾ ഏകദേശം നിങ്ങളുടെ എന്താ പറയാ എക്സാംസ് ഒക്കെ അടുത്ത മാസത്തേക്കേ വരുള്ളൂ മിക്കവാറും. അടുത്ത മാസം മീൻസ് ഡിസംബറിലേക്ക് ആക്കുമ്പോഴേക്കും ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു ഡ്യൂറേഷൻ ഈ മാസം അവസാനം ഒക്കെയാണ് അല്ലെ, അടുത്ത മാസം ആദ്യം അങ്ങനെ ഉണ്ടാകും. അപ്പൊ എക്സാം കൂടി, എക്സാം എന്ന് പറയുമ്പോൾ മോഡൽ എക്സാം ആയിട്ട് പെടും ആ ഒരു ഡ്യൂറേഷനിൽ. മോഡൽ എക്സാം, അപ്പൊ അത് ആയിരിക്കും മോഡൽ എക്സാം ആയിട്ട് വരിക. സോറി, മോഡൽ എക്സാം ഉണ്ടോ? ഇല്ലല്ലേ, കൺഫ്യൂഷൻ ആയാലോ. ഡിപ്ലോമയാണ്. ഓക്കെ, ഇല്ല, മോഡൽ എക്സാം ഇല്ല. അപ്പൊ എക്സാം നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് തരും. എന്തായാലും ഈ മാസം ഉണ്ടാവില്ല, നെക്സ്റ്റ് മന്ത് കേട്ടോ. അപ്പൊ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ പഠിച്ച് കുറേശ്ശെ കിട്ടുന്ന സമയത്ത് പാഴാക്കി കളയാതെ പഠിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.